നമസ്കാരം. നമസ്കാരം. പോസ്റ്റ് ഓഫീസ് തുറക്കൂ. വാ. എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്? പുറകിലൂടെ കയറി ഓടലക്കിയ. ഓഹോ, എപ്പോഴായിരുന്നു? രാത്രി 10 മണിക്ക് ശേഷം. നീ എന്നോട് ഇത് ചെയ്തല്ലോടാ മഹാപാപി. ഇതാണ് അവൻ മോഷ്ടിച്ച പണം. ഇതിൽ 300 രൂപ ചെലവാക്കിയിട്ടുണ്ട്. 300 രൂപയ്ക്ക് വേണമെങ്കിൽ ഇവന്റെ 3 വാരിയല്ലേ ഊരിത്തരാ കുറിപ്പ് സാറേ. അയ്യോ, എന്റെ കണ്ണും വെട്ടത്ത് വെച്ച് അത് ചെയ്യല്ലേ സാറേ. പരമുള്ളേ, ഇതാ കുറവുള്ളൂ, ഞാനങ്ങ് തന്നോളാം. വേണ്ട, അത് ഞാനങ്ങ് ഉപേക്ഷിച്ചിരിക്കുന്നു. എന്റെ കാശ് കിട്ടി. ആ കൈവിശം കാർത്തിയാനി കൂടെ കിട്ടിയിട്ട് വേണം ഇവന്റെ സകല കളവ് തെളിയിക്കാൻ. അവൾ ഒളിവില. സാർ എനിക്ക് ഇത് തന്നെ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ശാരദയാണ് ഞങ്ങളെ സഹായിച്ചത്. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഇതിനെ പിടിക്കാൻ കഴിഞ്ഞത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ശാരദയ്ക്ക് പറ്റിയത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ഇപ്പോഴാണ് സമാധാനമായത്. മോഷണം പോയ പണം തിരിച്ചു കിട്ടി, കൊടുക്കണ്ടാക്കി തിരിച്ചു കൊടുത്തു, കള്ളനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും സന്തോഷമായി. അപൂർവ സഹോദരികൾ എവിടെ പോയിട്ട് വരുന്നു? അമ്പലത്തിൽ. ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ച ദേവനെ അർച്ചന നടത്താൻ പോയതാ. ദേവനോടൊപ്പം മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യർക്ക് ആരെങ്കിലും അർച്ചന നടത്താറുണ്ടോ? അതില്ല, ഒരു നന്ദി വാക്കെങ്കിലും പറയാമല്ലോ. ഒരു 100 വട്ടം പറയാം, പോരെ? ഞാനും ഒരു ഈശ്വര വിശ്വാസിയാ. പൂവും പ്രസാദവും ഒക്കെ എനിക്കും ഇഷ്ടമാണ്. ഞാൻ തരാം. ഇതാ. ആ കേസിന്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ കുറുപ്പ് സാർ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് തരണം. അച്ഛനെ അങ്ങോട്ട് പറഞ്ഞയക്കാം. വേണ്ട, നാളെ ഞാൻ എക്സ്ട്രായിൽ കൊടുത്തയക്കാം. ആ ഇൻസ്പെക്ടർ ഒരു സരസനാണ്. ഇല്ലടി സരതി, നല്ല സരസനാ. എന്നെ ചോദ്യം ചെയ്തപ്പോ അയാളുടെ മുഖം കാണേണ്ടിയിരുന്നു, കടുവയെ പോലെ. പിന്നെ നിന്നോട് കൊഞ്ചുകൊണ്ട് ചോദിക്കണോ? ഏതായാലും കള്ളനെ കയ്യോട് പിടിക്കില്ലേ? കള്ളനാരെന്ന് ഞാനല്ലേ പറഞ്ഞു കൊടുത്തത്. പറഞ്ഞത് നീയാണെങ്കിലും പിടിച്ചത് ഇൻസ്പെക്ടർ അല്ലേ? അതയാളുടെ ഡ്യൂട്ടിയാ. എന്ത് ഡ്യൂട്ടി ആയാലും നമ്മുടെ പൊന്നും പശുവും പോകാതിരുന്നത് അദ്ദേഹത്തിന്റെ മിടുക്കൊണ്ട് തന്നെയാ. എന്നാലേ ആ മിടുക്കിന് നീ തന്നെ കിട്ടിക്കോ. അച്ഛനല്ലേ ഇവിടെ? ഉണ്ട്. അച്ഛാ,
സാറെന്താണോ രാവിലെ ഇങ്ങോട്ട്? ഈ സ്റ്റേറ്റ്മെന്റിലൊന്ന് ഒപ്പിട്ട് തരണം. അയ്യോ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. കുറുപ്പ് സാറിനെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താണാവോ? ഞാനിവിടെ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. തൽക്കാലം സ്റ്റേഷന്റെ പുറകിലാണ് താമസം. ഒരു വീട് അന്വേഷിച്ച് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. സാർ ഞങ്ങളെ കുടുംബത്തിനെ രക്ഷിച്ച ആളല്ലയോ, ഞാൻ ഇന്നെ അന്വേഷിക്കാം. സാറിന് താമസിക്കാൻ പറ്റിയ വീട് ഇവിടെ ഏതാ ഉള്ളത്? എനിക്കങ്ങനെ വലിയ വീട് വേണമെന്നൊന്നുമില്ല. 2 മുറി അടുക്കളയും മതി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മേ, ആ തഹസിൽദാരുടെ വീട് ഒഴിഞ്ഞു കിടക്കിയ. എവിടാ? ഇവിടെ അടുത്താ. ഇന്ന് തന്നെ അന്വേഷിച്ച് വിവരം അറിയിക്കാം. വലിയ വാടക കൊടുക്കേണ്ടി വരുമോ? പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് വലിയ വാടക കൊടുക്കേണ്ടി വരില്ലായിരിക്കും. ഇത് ഒപ്പിട്ട് സ്റ്റേഷനിൽ തന്നാൽ മതി. ഞാൻ പറ്റേ. അമ്മേ, കാപ്പി. സാറേ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാം. നല്ല മധുരം. അയ്യോ, പഞ്ചസാര ഇടാൻ മറന്നുപോയി. എന്താടി, ഇന്നും സമരമാണോ? അല്ല, ഞാൻ ഇന്ന് അവധിയെടുത്തു. ആ, നമ്മുടെ ഇൻസ്പെക്ടർക്ക് വീട് അന്വേഷിക്കാൻ പോയതാ. ആ തഹസിൽദാരുടെ വീട് തന്നെ കിട്ടി. ദേ, കയ്യോട്ട് താക്കോലും വാങ്ങി. ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. എവിടെ? പോലീസ് സ്റ്റേഷനിലോ? അതെ. നിനക്ക് നാണല്ലേ? എന്തിന്? നമ്മളെ സഹായിച്ച ആളല്ലേ, ഒരു ഉപകാരം ചെയ്തൂടെ? വേണ്ട വേണ്ട, താക്കോലും ഞാൻ നേരെ അച്ഛൻ കൊടുത്തോളൂ. ആ, കുറുപ്പ് സാറിനെ കണ്ടത് നന്നായി. എന്താ? എന്റെ കയ്യിൽ ഒരു 200 രൂപയുണ്ട്. എന്റെ അക്കൗണ്ടിൽ ഒന്ന് അടച്ചാൽ. നാളെ രാവിലെ 9 മണിക്ക് ആഫീസിൽ കൊണ്ടുവന്നാൽ മതി. അല്ല, അവിടം വരെ നടക്കണ്ടെന്ന് കരുതിയാ പറഞ്ഞത്. സർക്കാർ പണം ആഫീസിൽ സൂക്ഷിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. അന്നുള്ള മെയിലിൽ ഹെഡ് ഓഫീസിൽ എത്തിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക. ഒരു മോഷണം നടന്നതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് തീ തിന്നു. എന്റെ വീടിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വന്നതാ. അത് നളിനിയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, അവളോട് ചോദിച്ചാൽ മതി. ആരായാലും എനിക്ക് വീട് കിട്ടിയാ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. നളിനി ഇപ്പോ എവിടെ കാണും? ഇപ്പൊ തന്നെ കാണണമെങ്കിൽ സ്കൂളിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ ഡ്യൂട്ടിയില്ല. ഒന്ന് അന്വേഷിച്ച് പറഞ്ഞാൽ മതി. നാളെ വരാം. എനിക്കതിനൊന്നും നേരമില്ല. ഓഹോ, ഞാൻ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തതിന്റെ അവരം വീട്ടിലായിരിക്കും. പിന്നല്ലാതെ കൊലപ്പുള്ളികളെ ചോദ്യം ചെയ്യുന്ന പോലല്ലേ എന്നോട് ചോദിച്ചത്. ഞാനൊന്ന് വരട്ടി നോക്കിയതല്ലേ. അങ്ങനെയൊന്നും വരലുന്ന കൂട്ടത്തിലല്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആ വീടിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വന്നതാ. ഓളെ നന്ദി വല്ലതും പറഞ്ഞോ? തഹസീൽദാരുടെ വീടിന്റെ താക്കോലിവിടെ തന്നിട്ടുണ്ട്. വലിയ ഉപകാരം. അയ്യോ വേണ്ട സാറേ, കുറച്ചാളൊരു പൂട്ടിയിട്ടിരിക്കുന്ന വീടാ. ഞാന് ഒന്ന് വൃത്തിയാക്കിയിടാം. ശരി, പോട്ടെ. മോളെ കഥ തുറക്ക്. മോളെ, കുറുപ്പ് സാറേ, ഞാൻ ഏത് സ്റ്റേഷനിൽ ഇരുന്നാലും ഇതിന്റെ ഇരട്ടി ഫർണിച്ചർ വാങ്ങും. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തു? അവിടെ തന്നെ കൊടുത്തിട്ട് പോരും. അതെന്താ? ചെല്ലുന്നിടത്തെല്ലാം ഓരോ താവളക്കാരും ഈ ഫർണിച്ചറെങ്കിലും കൊടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാകും. ആ, വീടടക്കം എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ ശ്രമക്കാരായിട്ട്. എടോ ഭാഗമില്ലേ, എന്തോ പൊളിക്കായിരുന്നു. അല്ല സാറേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും യൂണിഫോം കാക്കിയ. അപ്പൊ പിന്നെ 2 ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്നാക്കിയാലോ എന്ന് കുറുപ്പ് സാറിനോട് ആലോചിക്കായിരുന്നു. അതുകൊണ്ടുള്ള ഗുണം
ഒന്നുമില്ലേലും വല്ലവർക്കും വരുന്ന മണിയോർഡർ പണം കുറച്ചു നേരമെങ്കിലും കയ്യിലിരിക്കുമല്ലോ സാറേ. പിള്ള സാറിന്റെ ഓരോ തമാശ. ആ ആഹാരക്കാരും എങ്ങനെ വേലക്കാരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊടുത്തയക്കാം. അയ്യോ അത് വേണ്ട. കുറുപ്പ് സാറിന്റെ വീട്ടിൽ കറക്കുന്നൊരു പശുവുണ്ട്. പാല് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ആ അത് നല്ല കാര്യമാണ്. രാവിലെ ഓരോ കുപ്പി പാല് തന്നേക്ക്. ഓ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മഹാലക്ഷ്മി വാ മക്കളെ. സാറിന് വീടും കിട്ടി, കുറുപ്പിന്റെ പാലം വിറ്റു. നീ എന്താടെ ഇന്ന് ഇത്ര കാലത്തെ സ്കൂളിൽ പോകുന്നത്? എക്സ്ട്രാ ക്ലാസ് ഉണ്ടമ്മേ. ആ എന്നാ ചെല്ലേ. അച്ഛാ, എന്താ മോളെ? ഇൻസ്പെക്ടർ അദ്ദേഹത്തിനുള്ള പാല് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. നീ കൊണ്ടുപോണ്ട മോളെ. അതിനെന്താ, അവൾ അതുവഴിയല്ലേ പോകുന്നത്? കൊണ്ട് കൊടുത്തിട്ട് പോട്ടെ. എന്നാ സാർ, സാർ. ആ പാല്. നളിനിക്ക് ഇതൊരു ബുദ്ധിമുട്ടായല്ലേ? എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാനിന്ന് ഇതുവഴിയാ സ്കൂളിൽ പോകുന്നത്. ഓ അങ്ങനെയാണോ? ആട്ടെ, ഇതൊക്കെ പാകപ്പെടുത്താൻ ഇവിടെ വേലക്കാരെങ്കിലും ഉണ്ടോ? വേലക്കാര് പാവപ്പെടുത്തരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോ പിന്നെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കണം. എനിക്ക് മനസ്സിനിണങ്ങിയ ഒരാളെ ഇതുവരെ കിട്ടിയില്ല. അത് കാര്യമായി അന്വേഷിക്കാനിട്ടാ. നളിനിയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാ? അത് 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 ഞാൻ പിന്നെ പറയാം. ആ ദാമുവിനെ ശിക്ഷിച്ചു. അറിഞ്ഞു. അല്ല, അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാലും ശല്യമായിരിക്കും. ഇപ്പൊ അവൻ പോസ്റ്റ് ഓഫീസിൽ കിടന്ന പണം മോഷ്ടിച്ചു. ഇനി പോസ്റ്റ് ഓഫീസേ അടിച്ചിട്ട് പോകും. എന്ന് വെച്ച് പോസ്റ്റ് ഓഫീസ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കാൻ ഒക്കോ? വേണ്ട, പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയേക്കാം. എന്താ? അതെ, കൊടുത്തയക്കുന്ന പാല് മുഴുവൻ വെള്ളമാണല്ലോ. ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല. പിന്നെ ഞാനാണ് ചേർക്കുന്നത്. അതെനിക്കറിയില്ല. ഞങ്ങളുടെ പശു തീറ്റയ്ക്കൊപ്പം കുറച്ച് വെള്ളം കുടിക്കും. അത് ശരി. എന്നും നള്ളിയിട്ട് നടത്തിക്കാതെ ശാരദയ്ക്ക് പാലുണ്ടെന്നാൽ എന്താ? ആര് കൊണ്ടുവന്നാൽ എന്താ? പാല് കിട്ടിയാ പോരെ? അതുപോലെ ഇഷ്ടമുള്ളവർ തന്നെ കൊണ്ടുവരണം. എന്നാലേ നാളെ മുതൽ പാല് വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. അങ്ങനെ വാശി പിടിക്കല്ലേ. ഈ കൈ കൊണ്ട് തന്നെ പാല് കാച്ചി ഞാൻ എന്നും കുടിക്കും. നമുക്ക് കാണാം. ഓ കാണാം. ചവിട്ടാനില്ല മോളെ. പശുവിന്റെ തീറ്റയൊക്കെ തീർന്നിരിക്കുക. ഇത്തിരി പുളിയരിപ്പടിയും പിണ്ണാക്കും വാങ്ങണം. എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല ലക്ഷ്മി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പശുവിനെ പട്ടിണി കിടാൻ പറ്റുമോ?
നീ ചെന്ന് ആ ഇൻസ്പെക്ടർ കണ്ട് ഈ മാസത്തെ പാലിന്റെ പണം വാങ്ങിക്കും.